Hello, my dear students. Good morning to one and all, and warm welcome to our 7th online class. In the previous classes, we already discussed about the schools of thought and the contributions which are given by the F.W. Taylor and the Henry Fayol. In the same way, the many of the scientists or the psychologists or the economists or the administrators and teachers or the professors and the writers also give concentration to the different schools of thoughts related to the management. So, we must go through the 12 contributions to the schools of thought in this session. So, we can't complete the session by explain all the contributions, by we select some of the contributions for the detailed discussion. It will be very helpful for the detailed study about the management schools of thought. In the same way, in your textbook only a short explanation is given, but I want to give a detailed explanation about these contributions which are given by the 12 persons. So, you must write your lecture notes at the time of attending or watching your class through the YouTube. Okay. So, take notebook, not the review book, but only the lecture notebook, and write the points, lecture points to be noted, because your textbook is not enough to study about these contributions which are given by the different economists or the authors or any research. I want to say the research scholars about the management. So, first of all, we want to study about the Elton Mayo's contribution, that is the theory of management which is contributed by Elton Mayo. Elton Mayo's contribution mainly related to the modern human relations. കൂടുതലായിട്ട് എൽട്ടൺ മേയോ പറയുന്നത് what is the human relation, അവിടെ വരുന്ന human resources എന്ന് പറയുന്നത് managers ഉണ്ട്, management ഉണ്ട്. In the same way, employees ഉണ്ട്, supervisors ഉണ്ട്. ഇവർ തമ്മിൽ ഒരു ഹ്യൂമൻ റിലേഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൽട്ടൺ മേയോസിൻ്റെ ഒരു സജഷനായിട്ട് പറയുന്നത്. അതായത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി ലെവൽസ്, അതുപോലെ തന്നെ വാരിയിങ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എൻവയൺമെൻറ്റൽ കണ്ടീഷൻസ്. എൽട്ടൺ മേയോ കണ്ടെത്തിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഓരോ എൻവയൺമെൻറ്റൽ കണ്ടീഷൻസിലും വരുന്ന പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഓരോ എൻവയൺമെൻറ്റൽ കണ്ടീഷൻസിലും ഡിഫറെൻ്റ് ആയിരിക്കുമെന്നാണ് എൽട്ടൺ മേയോ പറയുന്നത്. അതുപോലെ തന്നെ എൽട്ടൺ മേയോ കൂടുതലായിട്ട് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കോമ്പിനേഷനാണ്. ഇവിടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് നോംസും അതുപോലെ തന്നെ ഗ്രൂപ്പ് കൊഹസീവ്നെസ്സും ആണ് രണ്ട് പോയിൻ്റായിട്ട് അല്ലെങ്കിൽ രണ്ട് കോമ്പിനേഷനായിട്ട് എൽട്ടൺ മേയോ പറയുന്നത്. ഈ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചില മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ കോഹസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകീകരിക്കൽ. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നതാണ് എൽട്ടൺ മേയോ കൂടുതലായിട്ട് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ എൽട്ടൺ മേയോൻ്റെ ആ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നതിന് ഈ നോംസിൻ്റെയും അതുപോലെ തന്നെ കോഹസീവ്നെസ്സിൻ്റെയും ബേസിസിൽ 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ലെവൽ ഓഫ് നോംസും ലെവൽ ഓഫ് കോഹസീവ്നെസ്സും ആണ് ഇവിടെ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ എൽട്ടൺ മേയോ എടുത്തിട്ടുള്ളത്. അതായത് ലോ നോംസും അതുപോലെ തന്നെ ലോ കൊഹസീവ്നെസ്സും, നോംസും കൊഹസീവ്നെസ്സും ലോ ലെവലാണ് എന്നുണ്ടെങ്കിൽ ആ മെമ്പേഴ്സ് ഒരിക്കലും മോട്ടിവേറ്റഡ് ആകില്ല എന്നുള്ളതാണ് എൽട്ടൺ മേയോയുടെ ഒബ്സർവേഷൻ. അതായത് മേയോസ് തിയറി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ലോ നോംസും ലോ കൊഹസീവ്നെസ്സും ആണെങ്കിൽ ഒരിക്കലും ആ എംപ്ലോയീസിന് അവരുടേതായ ഒരു പ്രൊഡക്ടിവിറ്റി കാണിക്കാനായിട്ട് സാധിക്കില്ല. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലോ നോംസ് ആയിരിക്കും, പക്ഷേ കൊഹസീവ്നെസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും.
അങ്ങനെ വരുമ്പോൾ എൻകറേജ് ചെയ്യുന്നത് നെഗറ്റീവ് ബിഹേവിയറാണ്. അതായത് ലോ നോംസ് വരികയും അതുപോലെ തന്നെ ഹൈ കൊഹസീവ്നെസ്, അതായത് മൂല്യങ്ങൾ കുറവ്, അതേസമയം ഏകീകരണം എന്ന് പറയുന്നത് കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗ്രൂപ്പിസം വളരാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പിസം വളരുമ്പോൾ അവിടെ വരുന്നത് നെഗറ്റീവ് ബിഹേവിയർ ആണ് എന്നുള്ളതാണ് മേയേഴ്സ് തിയറിയുടെ ബേസിസിൽ പറയുന്നത്. തേർഡ് ലെവൽ എന്ന് പറയുന്നത് ഹൈ നോംസ് ആയിരിക്കും, പക്ഷേ കൊഹസീവ്നെസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. നോംസ് മൂല്യങ്ങൾ വളരെ കൂടുതലും അതുപോലെ തന്നെ കൊഹസീവ്നെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എംപ്ലോയീസിന് ഒരു പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ അക്കോംപ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് മേയേഴ്സ് തിയറി പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ഹൈ നോംസും ലോ കൊഹസീവ്നെസ്സും ആണ് എന്നുണ്ടെങ്കിൽ തേർഡ് സ്റ്റേജിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് വരുന്നുണ്ട്. അതൊരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അതേസമയം ഹൈ നോംസും അതേ ലെവലിലേക്ക് തന്നെ ഹൈ കൊഹസീവ്നെസ് ആണെങ്കിൽ ഗ്രേറ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് വരുമെന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും നല്ല ലെവൽ എന്ന് പറയുന്നത് ഹൈ നോംസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഹൈ കൊഹസീവ്നെസ്സും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മേയേഴ്സ് തിയറി അല്ലെങ്കിൽ മേയേഴ്സിൻ്റെ ഒബ്സർവേഷൻ പറയുന്നത്. അവിടെ വരുമ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ എംപ്ലോയീസിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് മെമ്പേഴ്സിനെ വളരെയധികം എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനേക്കാൾ ഉപരി അവിടെ ഒരു സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് മേയേഴ്സ് തിയറി പറയുന്നത്. അപ്പോൾ മേയേഴ്സ് തിയറിയുടെ ബേസിസിൽ ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് മേയേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടത്, നോംസും കൊഹസീവ്നെസ്സും ആണ്. അതിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട്, അതായത് ലോ ലെവലാണോ ഹൈ ലെവലാണോ എന്നുള്ളതിൻ്റെ ഒരു ബേസിസിൽ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നതാണ്. ആദ്യത്തെ 2 കാറ്റഗറിയും അത്ര നല്ലതായിട്ട് പറയുന്നില്ല. അതേസമയം ഹൈ നോംസും ലോ കൊഹസീവ്നെസ് ആണെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് വരുന്നുണ്ടെങ്കിലും ഹൈ നോംസും ഹൈ കൊഹസീവ്നെസ്സും വരികയാണെങ്കിലാണ് കൂടുതലായിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വരുത്താനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇല്ലുമിനേഷൻ കോൺട്രിബ്യൂഷനാണ്. ഇവിടെ പറയുന്ന ഇല്ലുമിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിഞ്ഞൂടെ, ഇപ്പോൾ പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവം അവിടെയൊക്കെ ഇല്ലുമിനേഷൻ വർക്ക്, കല്യാണങ്ങൾക്കൊക്കെ ഇല്ലുമിനേഷൻ വർക്ക്സ് ഉണ്ടായിരിക്കും. ആ ഇല്ലുമിനേഷൻ്റെ ബേസിസിൽ പ്രൊഡക്ടിവിറ്റീനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്കൂൾ ഓഫ് തോട്ടായിട്ട് പറയുന്നത്. അതായത് നമ്മുടെ വർക്ക് പ്ലേസിൽ എത്രത്തോളം ലൈറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, വെളിച്ചം എത്രയുണ്ട് എന്നുള്ളതിനേക്കാൾ ആ വെളിച്ചത്തിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വ്യത്യാസം വരുമെന്നുള്ളതാണ് ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. ഇവിടെ 2 ഗ്രൂപ്പായിട്ടാണ് തിരിക്കുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വാരിയിങ് ഇൻറ്റൻസിറ്റീസ് ടു ഇല്ലുമിനേഷൻസ്, അതായത് അവരുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇല്ലുമിനേഷനോട് വാരിയിങ് ആയിരിക്കും, വാരിയിങ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ഇല്ലുമിനേഷൻ. ഇവിടെ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് കൂടുതലായിട്ട് എക്സ്പെരിമെൻ്റൽ ചേഞ്ചസിനോട് ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഗ്രൂപ്പിൽ പറയുന്നത്. അവരെ നമുക്ക് എന്ത് ഗ്രൂപ്പായിട്ട് പറയാം? എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പായിട്ട് പറയാം. അപ്പോൾ ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻ്റ് എന്നതിൽ 2 ഗ്രൂപ്പായിട്ടാണ് എംപ്ലോയീസിനെ നമ്മൾ വേർതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വാരിയിങ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ഇല്ലുമിനേഷൻ ആണ്. ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പായിട്ട് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പാണ്. ഈ കൺട്രോൾ ഗ്രൂപ്പിൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ഇല്ലുമിനേഷൻ ആണ് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അവിടെ ഇല്ലുമിനേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ഇല്ലുമിനേഷൻ ആണ് പറയുന്നത്.
ഇവിടെ പറയുന്ന അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ഇല്ലുമിനേഷൻ ആണെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ കൂടുതലായിട്ട് റിസർച്ചേഴ്സിനെ ഫൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദ റിസർച്ചേഴ്സ് ഫൗണ്ട് ദാറ്റ് ആസ് ദ ഇൻക്രീസ്ഡ് ദ ഇല്ലുമിനേഷൻ ഇൻ ദ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ ഇല്ലുമിനേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇല്ലുമിനേഷൻ കുറച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ടു ഇൻക്രീസ് ഇൻ ബോത്ത് ഗ്രൂപ്പ്സ്. രണ്ട് ഗ്രൂപ്പിലായാലും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഇല്ലുമിനേഷൻ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൺട്രോൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ വാരിയിങ് ഇൻറ്റൻസിറ്റീസ് ആണെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പിൽ വരുന്നത് കോൺസ്റ്റൻറ്റ് ഇൻറ്റൻസിറ്റീസ് ആണ്. ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മൾ ഇലുമിനേഷൻ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുമ്പോഴാണ് അവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പിലും വർദ്ധിക്കുന്നത്. അതേസമയം മറ്റേ ഗ്രൂപ്പിലാണെങ്കിൽ ഇലുമിനേഷൻ എന്ന് പറയുന്നത് കുറയ്ക്കുമ്പോഴാണ് രണ്ട് ഗ്രൂപ്പിലും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ബേസിസിൽ റിസർച്ച് കൺക്ലൂഷൻ എന്ന് പറയുന്നത് the production in the experimental group decreased only when the illumination was decreased. അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇലുമിനേഷൻ എന്ന് പറയുന്നത് കുറയുമ്പോഴാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ കുറയുന്നത്. അതായത് നമ്മളുടെ സൂര്യൻ്റെ മൂൺലൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ അവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറയാനായിട്ടുള്ളൊരു ചാൻസാണ് കാണുന്നത്. അതുപോലെ തന്നെ ദ ഡിക്രീസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡ്യൂ ടു ദ ലൈറ്റ് ഫാളിങ് മച്ച് ബിലോ ദ നോർമൽ ലെവൽ. സാധാരണ ലെവലിനേക്കാളും വെളിച്ചം കിട്ടുന്നുള്ള സാധ്യത കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക്, അതായത് മൂൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് സൂര്യൻ അസ്തമിച്ചു വരുമ്പോഴാണ് ചന്ദ്രൻ്റെ വെളിച്ചം നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് വെളിച്ചം, ഡേയിലെ വെളിച്ചം അതുപോലെ നൈറ്റിലെ വെളിച്ചമുണ്ടെങ്കിലും ആ വെളിച്ചത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നതിന് വളരെയധികം വ്യത്യാസമുണ്ട്. ആ ഒരു എക്സ്പെരിമെൻ്റാണ് ഇലുമിനേഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിൽ ഇവിടെ തരുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇലുമിനേഷൻ ഡിഡ് നോട്ട് ഹാവ് എനി ഇഫക്റ്റ് ഓൺ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിൽ ഇലുമിനേഷൻ വളരെ ആധികാരികമായിട്ട് ബാധിച്ചു എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ദ ഡീമെറിറ്റ് ഓഫ് ഇലുമിനേഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ബട്ട് സംതിങ് എൽസ് വാസ് ഇൻ്റർഫിയറിങ് വിത്ത് ദ പ്രൊഡക്ടിവിറ്റി. പക്ഷേ വേറൊരു കാര്യമാണ് ഇവിടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്നത്. അതൊരു ഹ്യൂമൻ ബിഹേവിയറാണ്. അതായത് വെളിച്ചത്തിൻ്റെ ഒരു ഡെപ്തിനനുസരിച്ച് കൊണ്ട് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റം കൊണ്ടാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടാനും കുറയാനും സാധ്യത വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കൺക്ലൂഷനായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. അതായത് ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് ദ ഹ്യൂമൻ ഫാക്ടർ വാസ് ഇമ്പോർട്ടൻറ്റ് ദ ഡിറ്റർമിനിങ് ദ പ്രൊഡക്ടിവിറ്റി. ആ ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ ഒരു ബേസ് പറയുന്നുണ്ടെങ്കിലും അവിടെ വരുന്നത് എന്താണ്, ഒരു ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ്. അവിടെ വരുന്നത് ഇലുമിനേഷനോടൊപ്പം തന്നെ ഹ്യൂമൻ ഫാക്ടറും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിനെ നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തേർഡ് കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സി ബെർണാഡിൻ്റെ ആണ്. നമ്മൾ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞപ്പോഴും സി ബെർണാഡ് എന്ന് പറയുന്ന കോൺട്രിബ്യൂട്ടറെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇവിടെ സി ബെർണാഡിൻ്റെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിൽ നമുക്കറിയാം സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നതാണ് സി ബെർണാഡ് എന്ന് പറയുന്ന ചെസ്റ്റർ ബെർണാഡിൻ്റെ മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂഷനിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സി ബെർണാഡ് അല്ലെങ്കിൽ ചെസ്റ്റർ ബെർണാഡ് എന്ന് പറയുന്നത് ന്യൂ ജെല്ലറി ബെൽ ടെലിഫോൺ കമ്പനിയുടെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒബ്സർവ് ചെയ്തിട്ടുള്ള ചില തോട്ട്സ് ആണ് സി ബെർണാഡിൻ്റെ സ്കൂൾ ഓഫ് തോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
ഇവിടെ കൂടുതലായിട്ട് സി ബെർണാഡ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് സോഷ്യോളജിക്കൽ അപ്രോച്ചാണ്. സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നതിൽ തന്നെ ഇവിടെ വരുന്നത് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ്. അതായത് ഒരു മാനേജർ എങ്ങനെയായിരിക്കണം, എ ഗുഡ് ലീഡർ ആയിരിക്കണം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ചെസ്റ്റർ ബെർണാഡ് പറയുന്നത്. അപ്പോൾ ചെസ്റ്റർ ബെർണാഡ് നമ്മുടെ ഓർഗനൈസേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ഒരു ഓർഗനൈസേഷനെ ഫോമലായിട്ടും ഇൻഫോർമലായിട്ടുമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോമൽ എന്ന് പറയുന്നത് കൺക്ലൂഷനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, അതായത് ആസ് പെർ ദ വേർഡ്സ് ഓഫ് ചെസ്റ്റർ ബെർണാഡിൽ പറയുകയാണെങ്കിൽ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഫോമൽ ഓർഗനൈസേഷൻ. ഫോമൽ ഓർഗനൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഏത്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഓർഗനൈസേഷനെ രണ്ടായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ചെസ്റ്റർ ബെർണാഡ് എന്താണ് പറയുന്നത്, ചെസ്റ്റർ ബെർണാഡ് പറയുന്നത് ഫോമൽ ഓർഗനൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻഫോർമലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് 5 ഫാക്ടറൈസേഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ 5 തിയറീസ് ആയിട്ടാണ് ചെസ്റ്റർ ബെർണാഡ് നമുക്ക് തരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തിയറി ഓഫ് ഫോമൽ ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് ചെസ്റ്റർ ബെർണാഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ തോട്ട് അല്ലെങ്കിൽ ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനെ ഫോമൽ ഓർഗനൈസേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം, കോർഡിനേറ്റഡ് ആയിരിക്കണം. ഈ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ 3 എലമെൻറ്റ്സ് വേണമെന്നുള്ളതാണ് ചെസ്റ്റർ ബെർണാഡ് പറയുന്നത്. ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വില്ലിങ്നെസ് ആണ്. അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും വില്ലിങ്നെസ് ടു വർക്ക് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കണം. സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേഷനാണ്. അതായത് നമ്മൾ പറഞ്ഞു കോപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് തയ്യാറാവണം. ആ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നതിൽ അവിടെ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് ഈ സഹകരണം ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഒരു പഠനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ചെസ്റ്റർ ബെർണാഡ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അതായത് ഫോമൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഒരു ലീഡർഷിപ്പും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ 3 എലമെൻസിനാണ് ഫസ്റ്റ് തിയറി എന്ന് പറയുന്ന ഫോമൽ ഓർഗനൈസേഷൻ്റെ ബേസിസിൽ ചെസ്റ്റർ ബെർണാഡ് പറയുന്നത് ഏതൊക്കെയാണ്, വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, അതായത് ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചെസ്റ്റർ ബെർണാഡിൻ്റെ തോട്ട് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓർഗനൈസേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം മോഡൽ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇംബാലൻസ് ഇല്ലാത്തൊരു പൊസിഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഈ ബാലൻസ് എന്ന് പറയുന്നത് എന്ത് തമ്മിലുള്ള ബാലൻസ് ആണ് ഇവിടെ പറയുന്നത്, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആൻഡ് ദ റിട്ടേൺ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതായത് ഇതിൽ വർക്ക് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിന് ഓർഗനൈസേഷനോടുള്ള ഒരു കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ ഓർഗനൈസേഷന് തിരിച്ചതിലുള്ള പാർട്ടിസിപ്പൻസിനോടുള്ള ഒരു കോൺട്രിബ്യൂഷനുമാണ് ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ചെസ്റ്റർ ബെർണാഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിന് ഓർഗനൈസേഷനോടും അതുപോലെ തന്നെ എംപ്ലോയീസിനോടും ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ, അത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ ഗോൾസ് ഓഫ് ദി പേഴ്സണൽ. ഇത് തമ്മിൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ചെസ്റ്റർ ബെർണാഡ് രണ്ടാമത്തെ തോട്ടായിട്ടുള്ള ഓർഗനൈസേഷണൽ ഇക്വിലിബ്രിയത്തിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് ദ പേഴ്സൺസ് വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ ഹാവ് 2 റോൾസ്. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് 2 റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പേഴ്സണൽ റോളും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ റോളും. അതായത് ഞാനെന്നൊരു വ്യക്തിയാണ് വർക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ആരായി മാറണം, ഒരു ഓർഗനൈസേഷൻ്റെ വർക്കറായിട്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് അല്ലെങ്കിൽ അതിലെ ഒരു ഫാമിലി മെമ്പറായിട്ട് ഞാൻ മാറണം.
ഈ രണ്ട് റോളാണ് ചെസ്റ്റർ ബെർണാർഡിൻ്റെ വ്യൂവിൽ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു എംപ്ലോയി ആയിട്ട് വരുന്നത്. ഇവിടെ വാട്ട് എംപ്ലോയീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് എന്താണ് ഇവിടെ വാട്ട് എംപ്ലോയീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഇവിടെ ചെസ്റ്റർ ബെർണാർഡ് ഉദ്ദേശിക്കുന്നത്? മണിയായിരിക്കാം, സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അംഗീകാരം, റെക്കഗ്നിഷൻ ആയിരിക്കാം. അതേസമയം വാട്ട് ദേ കോൺട്രിബ്യൂട്ട് ഇൻ ടു ദ ഫേമിന് എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അവരുടെ സമയം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ അറിവ്, നോളേജ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ഡിസ്കംഫർട്ട് അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടെക്നിക്സ്, പ്രൊഡക്ഷൻ ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വ്യൂ എന്ന് പറയുന്നത് വാട്ട് എംപ്ലോയീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് വാട്ട് ദേ കോൺട്രിബ്യൂട്ട് ടു ദ ഫേം. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷനെയാണ് ചെസ്റ്റർ ബെർണാർഡ് ഓർഗനൈസേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു തോട്ടിൽ പറയുന്നത്. നെക്സ്റ്റ് ചെസ്റ്റർ ബെർണാർഡ് പറയുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി ആണ്. ഒരു ഓതറൈസ്ഡ് പേഴ്സൺ പറയുന്ന ഒരു കാര്യം ഒരു സബോർഡിനേറ്റിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതില്ല. അതായത് സബോർഡിനേറ്റ് സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജർ പറയുന്നത് ഒബേ ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഈ തിയറി എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അല്ല എന്നാണ് ചെസ്റ്റർ ബെർണാർഡ് പറയുന്നത്. അതായത് ആക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഓൾ എംപ്ലോയീസ് എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. സബോർഡിനേറ്റ്സ് ഡസ് നോട്ട് ആക്സെപ്റ്റ് ഹിസ് മാനേജേഴ്സ് അതോറിറ്റി, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. മാനേജറുടെ ഒരു അതോറിറ്റി ഒരു സബോർഡിനേറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത് എവിടെ നിന്ന് വരണമെന്നാണ് ചെസ്റ്റർ ബെർണാർഡ് പറയുന്നത്? ബോട്ടം ലെവലിൽ നിന്നാണ് ഈ അതോറിറ്റി വരണ്ടേ എന്നുള്ളതാണ് ചെസ്റ്റർ ബെർണാർഡ് പറയുന്നത്. അതിന് ഇഷ്ടംപോലെ ക്രിറ്റിസിസംസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ചെസ്റ്റർ ബെർണാർഡിൻ്റെ തോട്ട് എന്ന് പറയുന്നത് അതോറിറ്റി എന്ന് പറയുന്നത് വരേണ്ടത് ബോട്ടം ലെവലിൽ നിന്നാണ്, അല്ലാതെ ടോപ്പ് ലെവലിൽ നിന്ന് അല്ല എന്നുള്ളതാണ് ചെസ്റ്റർ ബെർണാർഡ് പറയുന്നത്. ഫോർത്ത് പോയിന്റ് അല്ലെങ്കിൽ ഫോർത്ത് സ്കൂൾ ഓഫ് തോട്ടായിട്ട് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ആണ്. what are the functions or what are the duties or what are the responsibilities of an executive? ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫോർത്ത് സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത്. അവിടെ പറയുന്നത് മെയിൻറ്റെയിനിങ് ദ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് അതോറിറ്റീസ് ഉണ്ട്. ടോപ്പ് ലെവലുണ്ട്, മീഡിയം ലെവലുണ്ട്, ലോവർ ലെവലുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ ഫസ്റ്റായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത് ഒബ്റ്റെയിനിങ് എസെൻഷ്യൽ സർവീസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് സബോർഡിനേറ്റ്സിൻ്റെ ആയാലും അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിൻ്റെ ആയാലും സർവീസ് എന്ന് പറയുന്നത് അത് ഓർഗനൈസേഷൻ്റെ ഗോൾസിനനുസരിച്ച് കൊണ്ട് അച്ചീവ് ചെയ്യാത്തക്ക വിധത്തിലുള്ള ഒരു ഫംഗ്ഷനാണ് ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി നടപ്പിലാക്കേണ്ടത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് ദ പർപ്പസസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻസ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ്റെ ഹിയറാർക്കി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് ആണ്. അവിടെ ഫോർമുലേറ്റ് ചെയ്യേണ്ടത് പർപ്പസസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓരോ ലെവലിലും എന്തൊക്കെയാണ് പർപ്പസ് എന്നും അതുപോലെ തന്നെ എന്തൊക്കെ ഒബ്ജക്റ്റീവാണ് അവിടെ ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യണം. ഇതാണ് 3 ഫങ്ഷൻസ് ചെസ്റ്റർ ബെർണാർഡ് പറയുന്നത്. അതായത് ഫങ്ഷൻസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് ഒന്ന് പറയുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടാമത് പറയുന്നത് ഒബ്റ്റെയിനിങ് എസെൻഷ്യൽ സർവീസസ്, ദാറ്റ് ഈസ് ദ ഗോൾസ് റിലേറ്റഡ് ടു ദ ഓർഗനൈസേഷൻ. അത് അച്ചീവ് ചെയ്യാനായിട്ട് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു സർവീസ് അവിടെ കൊണ്ടുവരണം. തേർഡ് വണ്ണായിട്ട് പറയുന്നത് പർപ്പസ്, ഒബ്ജക്റ്റീവ് അത് ഫോർമുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചെസ്റ്റർ ബെർണാർഡ് പറയുന്നത്. ലാസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടായിട്ട് ചെസ്റ്റർ ബെർണാർഡ് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ബേസിസിൽ തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് 5ാമത്തെ സ്കൂൾ ഓഫ് തോട്ടായിട്ട് ചെസ്റ്റർ ബെർണാർഡ് പറയുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് ബെർണാഡ് പറയുന്നത് അതായത് ഫോർമലും ഇൻഫോർമൽ ഓർഗനൈസേഷൻ അത് കോ എക്സിസ്റ്റിംഗ് ആയിരിക്കണം. അതായത് രണ്ടിനും ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കണം. അതായത് ഒന്ന് നിലനിൽക്കുകയും വേറെ ഒന്നും നിലനിൽക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. Informal organization which refers to those social interaction which do not have consciously coordinated joint purpose. Joint purpose conscious ആയിട്ട് നമുക്കൊരു കോമൺ സെൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് അവിടെ ഫോം ചെയ്യാത്തൊരു ഓർഗനൈസേഷനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത് ഇൻഫോർമൽ അതായത് ഒരു അൺകോൺഷ്യസ് എന്ന് പറയുന്ന അതായത് നമ്മളൊരു നോർമൽ ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ ചെസ്റ്റർ ബെർണാഡ് എന്തായിട്ട് പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ നിലനിന്നാൽ മാത്രമേ നമുക്ക് ഫോർമൽ ഓർഗനൈസേഷനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ടു ഓവർകം ദ പ്രോബ്ലംസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്തുകൊണ്ടാണ് അത് നിലനിൽക്കണം എന്ന് പറയാനുള്ള കാരണം ഫോർമൽ ഓർഗനൈസേഷനിൽ വരുന്ന എല്ലാ പ്രോബ്ലംസിൻ്റെയും റെമഡിയൽ മെഷേഴ്സ് എവിടെയാണ് വരുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷനും കൂടിയും വളരെയധികം എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ശരിയായിട്ടുള്ള സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ചെസ്റ്റർ ബെർണാഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെസ്റ്റർ ബെർണാഡ് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ ഇൻ ഇമ്പോർട്ടൻറ്റ് വൺ ആൻഡ് ദ ചെസ്റ്റർ ബെർണാഡ്സ് കോൺട്രിബ്യൂഷൻ ഗിവ് എൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദ മാനേജ്മെൻറ്റ് സ്റ്റഡി. ഓക്കെ, next one, that is the fourth contribution, that is Abraham Maslow's contribution to psychology. നമ്മൾ ചെസ്റ്റർ ബെർണാഡിൻ്റെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് സോഷ്യോളജിക്കൽ അപ്രോച്ചിനാണ് ചെസ്റ്റർ ബെർണാഡ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതേസമയം മാസ്ലോസിൻ്റെ തിയറി പറയുകയാണെങ്കിൽ അവിടെ സൈക്കോളജിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആര് കൊടുത്തിട്ടുള്ളത് എബ്രഹാം മാസ്ലോ കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് ഹീ ഈസ് എൻ സൈക്കോളജിസ്റ്റ്. എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത് 20th സെഞ്ച്വറിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോക്കസിങ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സൈക്കോളജിക്കൽ അപ്രോച്ചിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ദ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയാണ്. മനുഷ്യരുടെ സൈക്കോളജി മാനസികമായിട്ടുള്ള ആ ഒരു ബിഹേവിയർ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഹിയറാർക്കി ഓഫ് നീഡ്സിൽ ഏറ്റവും കൂടുതൽ പ്ലേസ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ഒബ്സർവേഷനാണ് അബ്രഹാം മാസ്ലോ പറയുന്നത്. അപ്പോൾ ഹിയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് മാസ്ലോസിൻ്റെ ബിലീഫ് അനുസരിച്ച് കൊണ്ട് ദ ഫണ്ടമെൻ്റൽ ഡിസയേഴ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആർ സിമിലർ ഡെസ്പൈറ്റ് ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് കോൺഷ്യസ് ഡിസയേഴ്സ്. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ഓരോരുത്തരുടെയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശയങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ആവണമെന്നില്ല വേറൊരു വ്യക്തികളുടെ താല്പര്യങ്ങൾ. ആ ഒരു കാര്യമാണ് അബ്രഹാം മാസ്ലോ ഇവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അതായത് ഹിയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആയിരിക്കും. അവിടുത്തെ ഒരു ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു അബ്രഹാം മാസ്ലോ പറയുന്നത് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് സെൽഫ് ആക്ച്വലൈസേഷൻ. എനിക്ക് എന്താണ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ആഗ്രഹം എൻ്റെ ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അതായത് എനിക്ക് എന്താണോ സംതൃപ്തി തരുന്നത് അതിനെയാണ് ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വണ്ണായിട്ട് പറയുന്നത് അതായത് നെക്സ്റ്റ് ഹിയറാർക്കി ഓഫ് നീഡായിട്ട് പറയുന്നത് എസ്റ്റീമാണ്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ദ ലെവൽ ഓഫ് ബിലോങ്ങിങ്സ് എനിക്ക് എന്തൊക്കെയുണ്ട്. പിന്നെ പറയുന്നത് സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ണായിട്ട് പറയുന്നത് സൈക്കോളജിക്കലാണ്. അപ്പോൾ ഇവിടുത്തെ പറയുന്നത് എനിക്ക് എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ലെവൽ ഓഫ് ബിലോങ്ങിങ് എനിക്ക് എന്തൊക്കെയുണ്ട് എൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഏരിയ എവിടെയും വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ സൈക്കോളജിക്കൽ ഫീലിംഗ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന 5 ഹിയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് അവരുടെ ലെവൽ ഓഫ്
ഡെയിലി ലൈഫായിരിക്കാം, അവർ വളർന്നു വരുന്ന ചുറ്റുപാടായിരിക്കാം, അവരുടെ പേരൻസ് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കാം. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഹിയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സംതൃപ്തി, എൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നതൊക്കെ ഓരോ ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്ത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് മാസ്ലോസ് തിയറി പറയുന്നത്. അപ്പോൾ മാസ്ലോസിൻ്റെ ഫോക്കസിങ് എന്ന് പറയുന്നത് ഹിയറാർക്കി ഓഫ് നീഡ്സ് ആണ്. ആ ഹിയറാർക്കി ഓഫ് നീഡ്സിൻ്റെ ബേസിസിൽ മാനേജ്മെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നതിനെ ഫോക്കസ് ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വണ്ണായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഡഗ്ലസ് ഗ്രിഗേഴ്സ് മോട്ടിവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് തിയറിയാണ്. ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മോട്ടിവേഷനാണ്. അതായത് നമ്മൾ എക്സ് തിയറി ഉണ്ട്, വൈ തിയറി ഉണ്ട്. ഈ എക്സ് തിയറീനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ വൈ തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡഗ്ലാസ് മെയിനായിട്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ സൈഡ് ഓഫ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ഈ തിയറി ഓഫ് എക്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ തിയറി ഓഫ് വൈ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു സ്കൂൾ ഓഫ് തോട്ട് ഇവിടെ പറയുന്നത്. ഈ തിയറി എക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യൂ അല്ലെങ്കിൽ ഫോക്കസിങ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഇൻഹറൻറ്റ് ഡിസ്ലൈക്സ്, അവർക്ക് അവരുടേതായ ഒരു താല്പര്യങ്ങൾ അവരുടെ ജോലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് തിയറി ഓഫ് എക്സിൽ അവർ പറയുന്നത്, അതായത് ഡഗ്ലസ് പറയുന്നത്. അപ്പോൾ തിയറി ഓഫ് എക്സ് എന്ന് പറയുന്നത് എംഫസൈസ് ചെയ്യുന്നത് അതോറിറ്റേറിയൻ സ്റ്റൈൽ ഓഫ് ലീഡേഴ്സ് or the leadership, where results are the focus of leadership and it's a more work concentrated or work centered than people centered. പീപ്പിൾ സെൻറ്റേർഡിനേക്കാൾ കൂടുതലായിട്ട് വർക്ക് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പാണ് വേണ്ടത് എന്നുള്ളതാണ് തിയറി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇൻഹെറൻറ്റ് ഡിസ്ലൈക്കിനേക്കാൾ കൂടുതലായിട്ട് ആ വർക്ക് എന്ന് പറയുന്നതിലേക്കുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത്. മോർ വർക്ക് ഓറിയൻറ്റഡ് ദാൻ പീപ്പിൾ ഓറിയൻറ്റഡ്. അതേസമയം തിയറി വൈയിൽ പറയുന്നത്, അതായത് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മോർ പീപ്പിൾ സെൻറ്റേർഡ് ആണ് ദാൻ ദ വർക്ക് സെൻറ്റേർഡ്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൽ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ അതിലുള്ള പ്ലെയേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് എന്ന് പറയാം, അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് തിയറി വൈ അപ്രോച്ചിൽ പറയുന്നത്. അതായത് ഇൻഡിവിജ്വലിന് വാല്യൂ ഉണ്ട്, അവിടെ അപ്രീസിയേഷൻ എന്തായാലും കൊടുത്താൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ തിയറി വൈ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യം, വെൻ വർക്കേഴ്സ് ആർ ഗിവൺ ദ റൈറ്റ് എൻവയൺമെൻറ്റ് then can reach their highest potential, can be of great value to their organization. അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എംപ്ലോയീസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്ന് പറയാനായിട്ടാണ് ഡഗ്ലസിൻ്റെ മെഗ്രിഗർ തിയറി അല്ലെങ്കിൽ മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ തിയറിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തിയറി എക്സും തിയറി വൈ ആണ്. തിയറി എക്സിൽ പറയുന്നത് മോർ കോൺസെൻട്രേഷൻ വർക്കിലും തിയറി വൈ പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് പീപ്പിളിന് കൊടുക്കണം എന്നുള്ളതാണ് തിയറി വൈയിൽ പറയുന്നത്. ഈ രണ്ട് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് മോട്ടിവേഷൻ തിയറി പറയുന്നത് നമ്മളൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ തിയറി എക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് അസംഷൻസ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. തിയറി എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ലെസ് ഇമ്പോർട്ടൻസ് മാത്രമേ പീപ്പിൾ സെൻറ്റേർഡ് ആയിട്ട് വരുന്നുള്ളൂ. ഇവിടെ പറയുന്നത് ദ ആവറേജ് ഹ്യൂമൻ ബീയിങ് ഹാസ് ആൻ ഇൻഹെറൻറ്റ് ഡിസ്ലൈക്ക് ഓഫ് വർക്ക് ആൻഡ് വിൽ അവോയ്ഡ് ഇഫ് ഇറ്റ് പോസിബിൾ. അതായത് ഒരു താല്പര്യക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതായത് എംപ്ലോയീസിന് എന്തെങ്കിലും ആ ജോലിയോട് താല്പര്യക്കുറവുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ബിക്കോസ് ഓഫ് ദിസ് ഹ്യൂമൻ ഡിസ്ലൈക്ക് ഓഫ് വർക്ക്, അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ അതെന്തിനെ ബാധിക്കും? പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കും. സോ മോസ്റ്റ് പീപ്പിൾ മസ്റ്റ് ബി coerced, controlled and directed and threatened with a punishment to get them to put forth adequate effort. അതായത് ഫോഴ്സ്ഫുള്ളി എൻ്റെ സ്വന്തം താല്പര്യപ്രകാരമല്ല, ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള ഭയം,
അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്യുന്നത് മൂലമാണ് ഞാൻ ആ പ്രവർത്തനത്തിൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഡിസ്ലൈക്ക് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വരുന്നത്. ആ ഡിസ്ലൈക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നീക്കം ചെയ്യണമെന്നുള്ളതാണ് തിയറി എക്സ് പറയുന്നത്. The average human being prefers to be directed. ആവറേജ് ഹ്യൂമൻ ബീയിങ് ഇപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് അല്ല, അല്ലെങ്കിൽ ബ്രില്യൻ്റ് അല്ല, അല്ലെങ്കിൽ ടാലൻറ്റഡ് അല്ല, അങ്ങനെയുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഡയറക്ഷൻ വേണം, അതുപോലെ തന്നെ അവരെ പരിഗണിക്കണം, റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് എടുക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാൻ ശ്രമിക്കണം, അവരെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ചില എംബിഷൻസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ടാർഗറ്റ് അവരെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാവുന്ന ഒരു എംബിഷൻസിലെ ആ ഒരു ലെവലിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഈ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന പേടി, ഇപ്പോൾ ചില കുട്ടികൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ അമ്മമാർ അല്ലെങ്കിൽ ടീച്ചർമാർ വടിയും കൊണ്ടുവച്ചിട്ട് അവിടെ ഇരിക്കും. ആ കുട്ടികൾ ഒരിക്കലും ആ ടീച്ചർ അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലായിരിക്കില്ല അവരുടെ ശ്രദ്ധ എപ്പോഴും എന്തായിരിക്കും? എപ്പോഴാണ് അമ്മയുടെ കയ്യിലിരിക്കുന്ന അടി എൻ്റെ പുറത്ത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വീഴ എന്നുള്ളതായിരിക്കും ആ കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് അവിടെ വരുന്നില്ല. അവിടെ വരുന്നത് എന്താണ്? ഫിയറാണ്, ത്രെറ്റനാണ്. അമ്മയുടെ കയ്യിലിരിക്കുന്ന വടിയാണ് ആ കുട്ടിയുടെ ഫുൾ കോൺസെൻട്രേഷൻ പോകുന്നത്. ആ വടി എപ്പോഴാണ് എന്നെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ എംപ്ലോയീസിനെ കൊണ്ടുവരുന്ന ഒരു സ്ഥിതി പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ തിയറി എക്സിൽ ഇവിടെ മോട്ടിവേഷൻ തിയറിയിൽ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തിയറി എക്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ത് കൊടുക്കണം? ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കത്തക്ക വിധത്തിലുള്ള ഒരു അപ്രോച്ചാണ് തിയറി ഓഫ് എക്സ് എന്ന് പറയുന്നതിൽ പറയുന്നത്. ഇനി തിയറി ഓഫ് വൈൻ്റെ ബേസിസ് ഓഫ് എസംഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരെയാണ്? പീപ്പിൾ സെൻറ്റേർഡ് ആണ്, അല്ലെങ്കിൽ അവിടെ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ കൊടുക്കുന്നതിൽ പീപ്പിൾ വിൽ എക്സസൈസ് സെൽഫ് ഡയറക്ഷൻ ആൻഡ് സെൽഫ് കൺട്രോൾ ഇൻ ദ സർവീസ് ഓഫ് ഒബ്ജക്റ്റീവ് ടു വിച്ച് ദേ ആർ കമ്മിറ്റഡ്. എനിക്ക് സ്വന്തമായിട്ടൊരു താല്പര്യം ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും, സെൽഫ് കൺട്രോൾ ആയിരിക്കും. ഞാൻ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാണ്ടായിരിക്കും, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഞാൻ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നിങ്ങളെ ആരും ഉന്താനായിട്ട് ഉണ്ടായിരിക്കില്ല. 9 മണിക്ക് ക്ലാസ് തുടങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങളെ 8:45 തുടങ്ങി 9 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഇഫക്റ്റീവ് ആക്കിയിട്ട്, അതായത് നെറ്റ് വേണം, കറണ്ട് വേണം, ചാർജ് വേണം, പേന വേണം, പെൻസിൽ വേണം, റബ്ബർ വേണം, സ്കെയിൽ വേണം, ബുക്ക് വേണം, കാൽക്കുലേറ്റർ വേണം, ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കണം. സെൽഫ് മെയിൻറ്റെയിൻഡ് ഡിസിപ്ലിൻ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ സ്റ്റുഡൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ഞാൻ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം തന്നെയാണ് ഇവിടെ തിയറി വൈ പറയുന്നത്. നമുക്ക് ഒരു കാര്യത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് മെയിൻറ്റെയിൻഡ് ആയിരിക്കും, സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും, സെൽഫ് കൺട്രോളിങ് ഉണ്ടായിരിക്കും. സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് പറയുന്നത് പീപ്പിൾ വിൽ എക്സസൈസ് സെൽഫ് ഡയറക്ഷൻ, സെൽഫ് കൺട്രോൾ ഇൻ ദ സർവീസ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ടു വിച്ച് ദേ ആർ കമ്മിറ്റഡ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ്, എനിക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എനിക്ക് എന്തൊക്കെ അതോറിറ്റി ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ വരുന്നത്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ എങ്ങനെ സെൽഫ് ഡയറക്റ്റഡ് ആവണം, സെൽഫ് കൺട്രോൾഡ് ആവണം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റിൽ തിയറി വൈയിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആവറേജ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ എബവ് ആവറേജോ ബിലോ ആവറേജ് കാറ്റഗറീനെ ഇവിടെ തിയറി വൈയിൽ ഇൻക്ലൂഡേ ചെയ്യുന്നില്ല.
ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെയാണ്? ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിനെയാണ്. ഒരു ആവറേജ് ഉള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിന് ലേണിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നോർമൽ ബുദ്ധി ഉണ്ടായിരിക്കും, മനസ്സിലാക്കാനും അതുപോലെ തന്നെ കൺവേ ചെയ്യാനുള്ള ഒരു നോർമൽ കപ്പാസിറ്റി ഉള്ള ഒരാളെയാണ് ഇവിടെ ആവറേജ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ പ്രോപ്പർ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ അഡ്വൈസ് ചെയ്യുമ്പോൾ പറയും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയെ ഉൾക്കൊള്ളുവാനും തിന്മയെ ഒഴിവാക്കാനും ഒരു കഴിവ് സമ്പാദിക്കുമ്പോഴാണ് മെച്യൂർഡ് പേഴ്സൺ ആകുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്ന മൂർധന്യത്തിലേക്ക് എത്തുന്നത് നന്മയെ തിന്മയെയും മനസ്സിലാക്കിക്കൊണ്ട് നന്മയെ ഉൾക്കൊള്ളുവാനും തിന്മയെ തള്ളിക്കളയാനുമുള്ള ഒരു മെച്യൂരിറ്റി, ഒരു കഴിവ് സമ്പാദിച്ചാൽ ഹീ ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ആ ഒരു മെച്യൂരിറ്റിയിലേക്കാണ് നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ വന്നു ചേരേണ്ടത്. ആ ഒരു അച്ചീവ്മെൻ്റാണ് നിങ്ങളിപ്പോൾ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നവർ എത്തിപ്പെടേണ്ട, അതായത് കുട്ടിക്കാലം എന്ന് പറയുന്ന സ്റ്റേജ് കഴിഞ്ഞ് ഒരു വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ആളായിരിക്കണം? നന്മയെ തിന്മയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയെ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ തിന്മകളെ റിജക്റ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവ് സമ്പാദിക്കുമ്പോഴാണ് നിങ്ങൾ മേജർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്, മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ നല്ലതിനെ ഉൾക്കൊള്ളുവാനും ചീത്ത വശങ്ങളെ, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കാനുമുള്ള ഒരു വേർതിരിവ്, ഒരു ഐഡൻറ്റിറ്റി നമുക്ക് സമ്പാദിക്കാനായിട്ടും സാധിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർ ദ കണ്ടീഷൻസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയൽ ലൈഫ് ദ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ, അതായത് നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ ഇവിടെ പറയുന്നത് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യലിറ്റീസ് ആണ് നമുക്കൊരു ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിന് ഉണ്ടായിരിക്കേണ്ടത്. അതായത് നമുക്ക് എന്തൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിഫറെൻറ്റ് റിസോഴ്സസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് പാർഷ്യലായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതും ഫുള്ളി യൂട്ടിലൈസ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ആ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നതിനെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിലേക്കുള്ള ഒരു കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് തിയറി വൈയിലുള്ള ഒരു അസംഷനാണ്. അതായത് കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്നാൽ നമുക്ക് ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമുക്ക് നമ്മളുടെ റോൾ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ റോളും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷണൽ ഗോളും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതോറിറ്റീസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ് നമ്മുടെ മാനേജേഴ്സിന് നമ്മളിൽ ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കും. ഈ ഒരു അസംഷൻസിൽ നിന്ന് നമുക്ക് തിയറി വൈ എന്ന് പറയുന്നതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് തിയറി എക്സിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ തിയറി വൈയുടെ ബേസിസിലും നമുക്ക് പറയാനുള്ളത്. ലാസ്റ്റ് ഒരു കോൺട്രിബ്യൂഷനും കൂടി, ആറാമത്തെ കോൺട്രിബ്യൂഷനും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഇവിടെ ആറാമത്തെ കോൺട്രിബ്യൂഷനായിട്ട് പറയുന്നത് ഹേഴ്സ്ബർഗിൻ്റെ മോട്ടിവേഷൻ തിയറിയാണ്. ഇവിടെ ഹേഴ്സ്ബർഗിൻ്റെ മോട്ടിവേഷൻ തിയറിയിൽ പറയുന്നത് രണ്ട് ഫാക്ടേഴ്സാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഹേഴ്സ്ബർഗ് കൊടുത്തിട്ടുള്ളത്. അതായത് മോട്ടിവേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടു ഫാക്ടേഴ്സ് തിയറി എന്നും ഈ ഹേഴ്സ്ബർഗിൻ്റെ മോട്ടിവേഷൻ തിയറിനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് മോട്ടിവേറ്റേഴ്സാണ്. അതായത് ഈ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹു എൻകറേജ് എംപ്ലോയീസ് ടു വർക്ക് ഹാർഡർ, എന്നെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ആരാണോ പ്രേരിപ്പിക്കുന്നത് ആ ആളെയാണ് ഹേഴ്സ്ബർഗ് ആരായിട്ട് പറയുന്നത്, ഒരു മോട്ടിവേറ്ററായിട്ട് പറയുന്നത്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഹൈജീൻ ഫാക്ടേഴ്സാണ്. ഇവിടെ ഹൈജീൻ ഫാക്ടറായിട്ട് ഹേഴ്സ്ബർഗ് പറയുന്നത് ദോസ് വോണ്ട് എൻകറേജ് എംപ്ലോയീസ് ടു വർക്ക് ഹാർഡർ ബട്ട് ദേ വിൽ കോസ് ദം ബിക്കം അൺമോട്ടിവേറ്റഡ് ഇഫ് ദേ ആർ നോട്ട് പ്രസൻറ്റ്. അതായത് അവർ പ്രസൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവരെ
ഡിസ്കറേജ് ചെയ്യുക, അവരെ ഒഴിവാക്കുക. അവരെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുന്നത്? മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയും കൂടി ഡീമോട്ടിവേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ മാത്രം നിലനിർത്തുകയും ഒഴിവാക്കേണ്ട ഫാക്ടേഴ്സിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഹൈജീൻ ഫാക്ടേഴ്സായിട്ട് ഹെസ്ബർഗ് പറയുന്നത്. അതായത് ദേ വോണ്ട് എൻകറേജ് എംപ്ലോയീസ് ടു വർക്ക് ഹാർഡർ. അവർ വർക്ക് എന്താ പറയുക, മാക്സിമം അവരെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അവരുടെ കഴിവിനേക്കാൾ കൂടുതൽ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു മെക്കാനിക്കൽ ആറ്റിറ്റ്യൂഡിലേക്ക് വളർത്തിയെടുക്കാതെ, അതുപോലെ തന്നെ അൺമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഹെസ്ബർഗ് ഇവിടെ മോട്ടിവേഷൻ തിയറിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഫാക്ടർ തിയറി ഞാനൊരു ഡയഗ്രാം വരച്ചിട്ട് പറയുന്നുണ്ട്. പുവർ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് ഡിക്രീസ് എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് എംപ്ലോയി ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ 2 ഫാക്ടേഴ്സിൻ്റെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷനെ ഡിക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സും, അതുപോലെ തന്നെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷനെ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ഡയഗ്രാമും കൂടി 2 ഫാക്ടർ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്ന മോട്ടിവേറ്റർ നമ്മൾ പറഞ്ഞു, വർക്ക് ഹാർഡർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എൻഹാൻസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. അപ്പം മോട്ടിവേറ്ററുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കണം? അച്ചീവ്മെൻ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ റെക്കഗ്നീഷൻ ഉണ്ടായിരിക്കണം, ദ വർക്ക് ഇറ്റ് സെൽഫ്, അതായത് സ്വന്തമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ തയ്യാറുള്ളവരായിരിക്കണം, അഡ്വാൻസ്മെൻറ്റ് അപ്ഡേറ്റഡ് ആയിട്ട് അവരുടെ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് അവരുടെ നോളേജ് അല്ലെങ്കിൽ കപ്പാസിറ്റീസ് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറുള്ളവരായിരിക്കണം, ഗ്രോത്ത്, ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരാളായിരിക്കണം ഒരു മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. അതായത് അച്ചീവ്മെൻ്റ് ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിന് നേട്ടങ്ങൾ ഉണ്ടായിരിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം, റെക്കഗ്നിഷൻ ഉണ്ടായിരിക്കണം, അംഗീകാരം കൊടുക്കാൻ ക്വാളിറ്റിയുടെ ബേസിസിൽ അംഗീകാരം കൊടുക്കാൻ തയ്യാറുള്ള ഒരാളായിരിക്കണം ഒരു മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനും വർക്ക് ചെയ്ത് കാണിക്കാനും കഴിവുള്ള ഒരാളായിരിക്കണം. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തുകൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം, അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിരിക്കണം, അതായത് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തിരുത്താനുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഗ്രോത്ത് ഉണ്ടായിരിക്കണം. അതേസമയം ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കേണ്ടത് കമ്പനി പോളിസീസ് റിലേറ്റഡ് ആണ്, സൂപ്പർവിഷൻ റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്സിന് റിലേറ്റഡ് ആണ്, വർക്ക് കണ്ടീഷൻസ് റിലേറ്റഡ് ആണ്, റെമ്യൂണറേഷൻ ആണ്, അതുപോലെ തന്നെ സാലറി അതായത് റിവാർഡ്സ്, ദെൻ ദ സെക്യൂരിറ്റീസ്. ഈ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും മോശമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഹൈജീൻ ഫാക്ടേഴ്സ് എടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഒരു ഫാക്ടർ. അതായത് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന എല്ലാ ഫാക്ടേഴ്സും എങ്ങനെയായിരിക്കണം? ഹൈജീൻ ഫാക്ടേഴ്സ് ആയിരിക്കണം. അവിടെ പറയുന്നത് ഏതൊക്കെ ഫീൽഡിലാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഒരു കമ്പനി പോളിസീസ് ഉണ്ടാക്കുമ്പോൾ ആ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ആ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? ഹൈജീൻ ഫാക്ടേഴ്സ് ആയിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ സൂപ്പർവിഷൻ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സ് നമ്മൾ എടുത്തിരിക്കണം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പാർഷ്യാലിറ്റി ഇൻക്ലൂഡ് ചെയ്യാതെ എല്ലാവരെയും ഒരേ തരത്തിൽ കണ്ടുകൊണ്ട് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല ഹൈജീൻ ഫാക്ടേഴ്സ് അവിടെ നടപ്പിലാക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ്, എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാനും അവരുടെ ഐഡിയാസ് കൊണ്ടുവരാനും അവരുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിന് ഒരു റെക്കഗ്നീഷൻ, അവിടെ ഒരു വെയിറ്റേജ് കൊടുക്കാനും സാധിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അവർക്ക് റെമ്യൂണറേഷൻ ഉണ്ടായിരിക്കണം. അവർക്ക് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ സേഫ്റ്റി, സെക്യൂരിറ്റി, അതുപോലെ തന്നെ
സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് റെമ്യൂണറേഷൻ്റെ കേസസിൽ പറയുന്നത്. സാലറി എന്ന് പറയുന്നത് ഒരു ഫെയർ ലെവൽ ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന സിസ്റ്റം, മോണിറ്ററി ബെനിഫിറ്റ് അവർക്ക് അവരുടെ ജീവിതത്തിനനുസരിച്ച് കൊണ്ട് കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പേയ്മെൻറ്റ് കിട്ടിയിരിക്കണം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. ഇത്രയും കാര്യങ്ങളാണ് 2 ഫാക്ടർ എന്ന് പറയുന്ന മോട്ടിവേറ്റേഴ്സിൻ്റെയും ഹൈജീൻ ഫാക്ടേഴ്സിൻ്റെ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊരു 6 കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ സ്കൂൾ ഓഫ് തോട്ട് റിലേറ്റഡ് ടു ദ മാനേജ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത്രത്തോളം നിങ്ങളുടെ ബുക്കിലില്ല, ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ ബുക്കിലില്ല, അതുകൊണ്ട് നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതണം. അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ്റെ സമയത്ത് നിങ്ങൾ വീണ്ടും ഈ ക്ലാസ് ഒന്നും കൂടിയും റിവൈൻഡ് ചെയ്ത് ലെക്ചർ നോട്ടിൻ്റെ ബേസ് ചെയ്തിട്ട് റിവ്യൂ എഴുതാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒരു റഫ് ബുക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട് ബുക്കിൽ ലെക്ചർ നോട്ട് എഴുതിയിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻട്രാക്ഷൻ്റെ സമയം അരമണിക്കൂർ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതേണ്ടത്, റിവ്യൂ എഴുതേണ്ടത്. ഇതാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കാം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ലെക്ചർ നോട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കണം. എന്താണ് അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കാര്യമായിട്ട് എഴുതിയിട്ടില്ല. ഇതിനെ ബേസ് ചെയ്തിട്ട് ഓരോ തിയറി എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെയും കൂടിയും ഒരു ബേസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ അവിടെ തിയറി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് പ്ലീസ് ഇൻട്രാക്ട് അറ്റ് ദ ടൈം ഓഫ് യുവർ ഇൻട്രാക്ഷൻ, ദറ്റ് ഈസ് ദ അലൗഡ് ടൈം. ഓക്കെ, താങ്ക് യു. Have a nice day.